വെൽക്കം ബാക്ക് ടു ലാലൂസ് കിച്ചൺ. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാസ്തയാണ്. പാസ്ത ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പാസ്ത ആദ്യം തന്നെ ഞാൻ തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കാണ് കേട്ടോ. തിളച്ച വെള്ളത്തിൽ ഉപ്പൊന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് വെള്ളത്തിൽ മാത്രം ഇട്ട് വെച്ചേക്കാണ്. ഇത് നമുക്ക് കുറച്ചൊരു 10 മിനിറ്റോളം ഇട്ട് വെച്ചതിന് ശേഷം നമുക്കതിൽ നിന്ന് മാറ്റിയെടുക്കാം. അതിലേക്ക് വേണ്ടത് സവാള, തക്കാളി, പച്ചമുളക്, ഈ 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടൂ. അത് നമുക്ക് ഒരു പാനിലോ അല്ലെങ്കിൽ അടികട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിലെടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയോ ഓയിലോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം. അധികം വല്ലാണ്ട് വാടിക്കിട്ടൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണയിട്ട് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് പാസ്ത ഒന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടിരുന്നില്ലേ, അത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഒരു അരിപ്പ പോലത്തെ പാത്രത്തിൽ ഞാനിപ്പോൾ വെള്ളമൊക്കെ കളഞ്ഞ് ഇങ്ങനെ വാറ്റി വെച്ചേക്കാണ്. അതിനുശേഷം നമുക്ക് ഇത് മറ്റേലിട്ട് മിക്സ് ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വേവിലാണ് എടുക്കേണ്ടത് പാസ്ത. നമ്മൾ സവാളയും തക്കാളിയും പച്ചമുളകും ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ട കുറച്ച് പൗഡേഴ്സ് ഉണ്ട്. അതൊക്കെയായിരിക്കും ആദ്യം കുരുമുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ നമുക്ക് ചിക്കൻ മസാലയാണ് പിന്നെ നമ്മൾ മിക്സ് ചെയ്തേക്കുന്നത്. ഇതിന് ഞങ്ങൾ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമ്മൾ എടുക്കുന്ന ആ ഒരു പാസ്ത എത്രയുണ്ടോ അതിനനുസരിച്ച് കുറച്ച് സോൾട്ടും നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുരുമുളക് പൊടിയും ചിക്കൻ മസാലയും സോൾട്ട് മാത്രമേ ഞാനിതിൽ ചേർത്തിട്ടുള്ളൂ. ഇതൊന്ന് ജസ്റ്റ് വാടി കിട്ടുമ്പോൾ തന്നെ നമുക്ക് നേരത്തെ വെള്ളം മാറ്റി വെച്ചേക്കുന്ന പാസ്ത എടുത്തിട്ട് ഇതിലോട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇതിൽ വേണമെങ്കിൽ നമുക്ക് മല്ലിയില ഇട്ടിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. വേണമെങ്കിൽ ഇതിൽ മുട്ടയും അല്ലെങ്കിൽ ചിക്കനോ ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ, അതിലൊന്നും വിഷയമല്ല. അപ്പോൾ നമ്മളെ പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇത്രയും സിമ്പിളായിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നല്ല ടേസ്റ്റിയാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു, ബൈ.